ഈ കൈമാറ്റം നടന്നത് ദുബായിൽ വെച്ചാണ്. ഈ ഒരു അച്ചുകൾ അല്ലെങ്കിൽ ആ ഒരു പ്ലേറ്റ് എന്ന് പറയും, ഈ പ്ലേറ്റുകൾ 500-ൻ്റെയും 1000-ൻ്റെയും പ്ലേറ്റുകൾ ലഭിച്ചതിന് ശേഷം പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് ലിയാരി എന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ആസ്ഥാനം സജ്ജീകരിച്ച് ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ തന്നെ നടത്തിക്കൊണ്ടു പോന്നിരുന്ന വ്യക്തികളിൽ പ്രധാനികളായിരുന്നു ഖനാനി സഹോദരന്മാർ, ജാവേദ് ഖനാനിയും അൽത്താഫ് ഖനാനിയും. ഈ ജാവേദ് ഖനാനിയും അൽത്താഫ് ഖനാനിയുമായിരുന്നു ഈ കള്ളനോട്ടിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഈ ശൃംഖലയുടെ ചുക്കാൻ പിടിച്ചിരുന്നത്. ISI ആയിരുന്നു ആത്യന്തികമായ നിയന്ത്രണം. അവർക്ക് വേണ്ടി ISIക്ക് വേണ്ടി പ്രധാനികളായി പ്രവർത്തിച്ചിരുന്നത് ISI, ദാവൂദ് ഇബ്രാഹിമിന് വേണ്ടി ഈ ഖനാനി സഹോദരന്മാർ. ഒരു കളത്തിലിറങ്ങി പണിയെടുത്തിരുന്നത് ഖനാനി സഹോദരന്മാരായിരുന്നു എന്ന് നമുക്ക് പറയാം. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ മുഴുവനായി നടന്നിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുത്തൊഴുക്കുകൾ, ഇതിൻ്റെ ഒരു സഞ്ചാരമാർഗം, ഈ കള്ളനോട്ടിൻ്റെ സഞ്ചാരമാർഗം ഒന്ന് ഹ്രസ്വമായി പരിശോധിച്ചാൽ, ലിയാരി പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ രാജ്യത്തെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകനും കൈമാറിയ 500-ൻ്റെയും 1000-ൻ്റെയും പ്ലേറ്റുകൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ 60,000 കോടി, 11,000 കോടി, 70,000 കോടി രൂപ, ഇതൊക്കെ പറയുന്നത് നിസ്സാരമായി അടിച്ചുകൂട്ടി ലിയാരിയിൽ നിന്ന് കറാച്ചി, കറാച്ചിയിൽ നിന്ന് ഖത്തറിൽ നിന്ന് നേപ്പാൾ വഴി ഉത്തർപ്രദേശിലെ അറവുശാലകളിലേക്ക് ഈ നോട്ടുകൾ കുത്തിയൊഴുക്കപ്പെടുന്നു. മറ്റ് മാർഗങ്ങളിലൂടെ, പ്രത്യേകിച്ച് കൂടുതൽ ആവശ്യമുള്ള ആതിഫ് അഹമ്മദ് പോലുള്ള അധോലോക നായകന്മാർക്ക് എത്തുന്ന നോട്ടുകെട്ടുകൾ വേറെ. പക്ഷെ പ്രധാനമായും ദൈനംദിനം എന്നവണ്ണം ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ടുകൾ ലിയാരിയിൽ നിന്ന് കറാച്ചി, കറാച്ചിയിൽ നിന്ന് ഖത്തറിൽ നിന്ന് നേപ്പാളിൽ ഒരു മന്ത്രിയുടെ മകൻ, നേപ്പാളിലെ ഒരു മന്ത്രിയുടെ മകൻ്റെ സഹായത്തോടു കൂടി അതിർത്തി കടത്തി ഉത്തർപ്രദേശിലെ അറവുശാലകളിലൂടെ ഭാരതത്തിലാകെ അറവുശാലകളിലെ കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടക്കുന്നത് പണം നൽകി മാത്രമാണ്. ഡിജിറ്റൽ പേയ്മെൻ്റ് എന്ന് പറയുന്നൊരു സംഭവം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ചിന്തിക്കുക പോലും സാധ്യമല്ലായിരുന്നു ഉത്തർപ്രദേശ് പോലുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തന്നെ ദുരന്തർ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ തന്നെയുമാണ്. കാരണം രഹസ്യാന്വേഷണ ഏജൻസികൾ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങളുടെ ഒരു സങ്കലനം അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കലുകൾ മാത്രമാണ് ദുരന്തർ ചെയ്തിട്ടുള്ളത്.